Praise be to the triune God. Call to me, and I will answer you and tell you great and unsearchable things you do not know. Jeremiah 33:3. Let us seek God's blessings as we begin the inaugural session of Marbles 2025. I invite Susuma George Matthew Kochama for the opening prayer. കേൾക്കാമോ? കേൾക്കാം കൊച്ചുമാ. അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മാർബിൾസിന്റെ 5ാമത്തെ ബാച്ച് ഇനാഗുറേഷനായിട്ട് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ബാച്ചുകളിൽ പഠിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശ്രേഷ്ഠമായുള്ള ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ആരംഭിക്കുന്ന ഈ ബാച്ചിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കൊച്ചമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത് അവരുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം മുൻപത്തേക്കാൾ ഉപരി കൂടുതൽ സമർപ്പണത്തോടും സഭയോടും സഭയുടെ നാഥനായ കർത്താവിനോടുള്ള വിശ്വസ്തതയിലും പ്രതിബദ്ധതയിലും ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കുന്ന അവസരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായുള്ള ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ഏറ്റവും വലിയ ഒരു ഗൗരവമേറിയ ശുശ്രൂഷയാകുന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവമേ എല്ലാവരും അത് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൈവമേ, കോഴ്സിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സുജിത് മാമനച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കോഴ്സിന്റെ ആരംഭം മുതൽ, ഫസ്റ്റ് ബാച്ച് മുതൽ, അതിന്റെ ആലോചന മുതൽ കർത്താവെ ഇത്രത്തോളം നല്ല നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ കോഴ്സിൽ ആദ്യാവസാനം അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരിക്കണമേ. പതിവായി പങ്കെടുക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും സാഹചര്യങ്ങളെ മനസ്സൊക്കെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഇത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അത് കൂടുതൽ കർത്താവെ ഉത്തേജകമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നുള്ള ഈ മീറ്റിങ്ങിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കാൻ കരുണയോടെ കേൾക്കുമാറാകണമേ. Thank you, Kochama. Marbles, an initiative by the Baskumus Fellowship for the Daughters of Covenant of the Malankara Marthoma Syrian Church, marks off the journey of its 5th batch today. We have set forth on this path because of a choice we made due to God's calling. And like any leader in the Bible, it is essential for us to understand what this calling means and what it asks of us. May this training period hone each one of us to work effectively and efficiently in God's ministry as we learn, unlearn, and relearn over the next 6 months. This meeting has created a great opportunity for us to grow together. To welcome those who are present here, I invite Phoebe Elizabeth Matthew Kochama, who is serving as the Secretary of Marthoma Baskumus Fellowship. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, മുഖ്യാതിഥി വെരി റവറൻ ഈശോ മാത്യു അച്ഛൻ, റവറൻ ഉമ്മൻ ബി വർക്കി അച്ഛൻ, കോഴ്സ് ഡയറക്ടർ റവറൻ സുജിത് സാം മാമൻ അച്ഛൻ, ഫെസിലിറ്റേറ്റേഴ്സ് കോർഡിനേറ്റർ മിസസ് സോണി മേരി സ്റ്റാലിൻ, പഠിതാക്കളായ പ്രിയ കൊച്ചമ്മമാരെ, ട്രഷറർ സിബി ഡേവിഡ് കൊച്ചമ്മ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയ കൊച്ചമ്മമാരെ സ്നേഹവന്ദന. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് വരുന്ന കൊച്ചമ്മമാർക്കുള്ള ഗൈഡ് ലൈനാണ് മാർബിൾസ് എന്ന ഓൺലൈൻ പഠന പരിപാടി. 2021 ഓഗസ്റ്റ് 2 ഉദ്ഘാടനം ചെയ്ത മാർബിൾസിന്റെ 5ാമത് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഇതുവരെ 131 കൊച്ചമ്മമാർ ഇതിന്റെ ഗുണഭോക്താക്കളായി. കഴിഞ്ഞ 4 ബാച്ചിന്റെയും
പഠന പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കായ എല്ലാവരുടെയും സേവനങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്നത് മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ഡോക്ടർ അന്നമ്മ തോമസ് ഉഷ കൊച്ചമ്മയാണ്. ചടുലമായ നേതൃവൈഭവത്തോടെ പ്രിയ കൊച്ചമ്മ പ്രവർത്തനങ്ങളെ ശരിയായ ദിശാബോധത്തോടെ മുമ്പോട്ട് നയിക്കുന്നു. കൊച്ചമ്മയെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാർബിൾസ് 5ാമത് ബാച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് വെരി റവറൻ ഈശോ മാത്യു അച്ഛനാണ്. നമ്മുടെ സഭയിലെ സീനിയർ വികാരി ജനറലായി ഈ കഴിഞ്ഞ റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ സഭയിലെ പട്ടക്കാർക്ക് മാതൃകാപരമായി ശുശ്രൂഷ ചെയ്ത ഒരു പട്ടക്കാരനാണ്. അച്ഛൻ ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും വളരെ സന്തോഷം നൽകുന്നു. വളരെ ബഹുമാനത്തോടെ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാർബിൾസിന്റെ കോഴ്സ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുജിത് സാം മാമൻ അച്ഛനാണ്. ഒരു ക്ലർജി വൈഫിന് ഫ്രൂട്ട്ഫുള്ളായി ദൈവിക ശുശ്രൂഷയിലായിരിക്കാൻ സഹായകരമായ വിധത്തിൽ ഈ ഓൺലൈൻ പഠന പരിപാടിയുടെ കരിക്കുലം തയ്യാറാക്കാൻ മുഖ്യ പങ്കു വഹിച്ച അച്ഛൻ ഈ സമയം വരെ ഈ കോഴ്സിന് പിന്തുണയുമായി നമ്മോടൊപ്പം ഉണ്ട്. വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈ പഠന പരിപാടിയിൽ 19 പേർ അടങ്ങുന്ന ഒരു ടീം ഫെസിലിറ്റേറ്റേഴ്സായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമ്മംവി വക്കിയച്ഛന് ബാക്കി കൊച്ചമ്മമാർ ഏവരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 5ാമത് ബാച്ചിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് മിസ്സസ് സോണി മേരി സ്റ്റാലിൻ കൊച്ചമ്മയാണ്. 5ാമത് ബാച്ചിന്റെ നടത്തിപ്പിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രിയ കൊച്ചമ്മ ചെയ്തു തന്നു. പ്രിയ കൊച്ചമ്മയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഓൺലൈൻ പഠന പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോർ ഗ്രൂപ്പ് അംഗങ്ങളായ എല്ലാ കൊച്ചമ്മമാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ട്രഷറർ സിബി ഡേവിഡ് കൊച്ചമ്മ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. കൊച്ചമ്മ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. കൊച്ചമ്മയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാർബിൾസ് എന്ന പഠന പരിപാടിക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും പ്രതിനിധികളായിട്ടുള്ള നമ്മുടെ എല്ലാ കൊച്ചമ്മമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഓൺലൈൻ പഠന പരിപാടിയിൽ ഇതുവരെ 41 കൊച്ചമ്മമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠിതാക്കളായി പേര് രജിസ്റ്റർ ചെയ്ത എല്ലാ കൊച്ചമ്മമാരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കോഴ്സിന്റെ വാൾഡിക്ടറി ഫംഗ്ഷൻ വരെയും ഈ കൊച്ചമ്മമാരുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് സ്നേഹമായി അപേക്ഷിക്കുന്നു. കൊച്ചമ്മമാർക്ക് ഈ പഠനം ഏറ്റവും നന്നായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ആശംസകൾ അറിയിക്കുന്നത് ലിറ്റി ജോസ് കൊച്ചമ്മയും ലിജി മെറിൻ കൊച്ചമ്മയുമാണ്. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന നടത്തിയത് സുസമ്മ ജോർജ് മാത്യു കൊച്ചമ്മയാണ്. ഇനി ഒരു ഗാനം ആലപിക്കുന്നത് സ്മിത മെറിൻ കൊച്ചമ്മ. ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്യുന്നത് ജ്യോതിസ് ആനി ജോർജ് കൊച്ചമ്മയാണ്. ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. Thank you, Kochama, welcoming you to this session as well. Let us listen to a melody by Smida Marin Thomas Kochama, who is the coordinator of the Covenant Choir. Over to you, Kochama. സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. സ്നേഹത്തിലൊന്നായി ഞാൻ
Thank you. Thank you, Kochima, for the beautiful song. A good listener, observer, and a leader is found in Dr. Annamma Thomas Kochima, President of the Baskumus Fellowship. I invite Kochima for the presidential address. മാർബിൾസ് 5th ബാച്ച് ഇനോഗ്രൽ സെഷനിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന വെരി റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു അച്ഛൻ, നമ്മുടെ കോഴ്സിന്റെ ഡയറക്ടർ സുജിത് സാമാമൻ അച്ഛൻ, ഫെസിലിറ്റേറ്റർ ആയി ഈ വർഷം ജോയിൻ ചെയ്ത ഉമ്മമ്പി വർക്കിയച്ഛൻ, ഫാക്കൽറ്റി ആയും പാർട്ടിസിപ്പൻസ് ആയും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എൻ്റെ സഹോദരി കൊച്ചമ്മമാർ, ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിനൊക്കെ പുറമെ നമ്മുടെ പുതിയ കോർഡിനേറ്റർ സോണി മേരി സ്റ്റാലിൻ കൊച്ചമ്മ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം പ്രസിഡൻഷ്യൽ അഡ്രസ് എന്നുള്ളതാണ്. മാർബിൾസ് മാർത്തോമ ബസ്ക്യാമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ. എല്ലായ്പ്പോഴും ഞാൻ ഓർമ്മിക്കാറുള്ളത് പോലെ പേരിനാൽ തന്നെ അന്വർത്ഥമായിരിക്കുന്ന പ്രോഗ്രാം ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ നമ്മെ തന്നെ ഒന്ന് എൻറിച്ച് ചെയ്യാനുള്ള അനുഭവമായിരിക്കേണ്ടതാണ്. പാറക്കഷ്ണങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ച് നനുനനുത്തതും മിനുസവും മാറുന്ന മാർബിൾസ് ആയിത്തീരുന്നത് പോലെ 6 മാസം ദൈർഘ്യമുള്ള ഈ സ്കൂൾ അനേകം മാർബിൾസ് ഉരുവാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന സുജിത് സാം മാമനച്ചനും ഫാക്കൽറ്റി മെമ്പേഴ്സും കോർഡിനേറ്റേഴ്സും പാർട്ടിസിപ്പൻസും
ഒരുപോലെ അനുഗ്രഹദായകമായ ഒരു ശുശ്രൂഷയായി ഇതിനെ പ്രവർത്തിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിവതും മുടക്കം കൂടാതെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവവിളി ജീവിത ദൗത്യമായി സ്വീകരിച്ച പുരോഹിതന്മാരുടെ ഭാര്യമാരായ നാം ഓരോരുത്തരും ദൈവവിളിയുടെ കൂട്ടുവേലക്കാരാണ്. നമ്മുടെ കോമ്പയറിംഗ് ചെയ്യുന്ന ജ്യോതിസ് കൊച്ചമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ, ബിക്കോസ് ഓഫ് ദ ചോയ്സ് വി മേഡ് ഡ്യൂ ടു ഗോഡ്സ് കോൾ. Yes, we did the choice. We got the God's call, but we had the right to make the choice. We made the choice. ദൈവവിളിയെ വെല്ലുവിളികളായി ഏറ്റെടുത്തവരാണ് നാം ഓരോരുത്തരും. വെല്ലുവിളികളായി ഏറ്റെടുത്തവരാണ്. Then how can we be worthy of our calling? നമുക്ക് എങ്ങനെ വേർതിയാകാം, അല്ലെങ്കിൽ വിളിക്ക് നമുക്ക് യോഗ്യരാകുവാൻ സാധിക്കും? വിളിക്ക് യോഗ്യരാകുവാൻ നിയോഗിതരായ നാം ഓരോരുത്തരും വിളിക്ക് യോഗ്യരാണോ? എങ്ങനെ യോഗ്യരാകാം? കൊലോസിയൻസ് ചാപ്റ്റർ 1 10-11 says, need to bear fruit in every good work and growing in the knowledge of God. Let me repeat. വിളിക്ക് വേദിയാകാൻ need to bear fruit in every good work and growing in the knowledge of God. രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ യോഗ്യത തെളിയിക്കണമെങ്കിൽ we need to bear fruit in every good work. രണ്ടാമതായി we need to grow in the knowledge of God. ഈ രണ്ട് കാര്യങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. we need to bear fruit as well as we need to grow in the knowledge of God. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നവരും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടിയവരും ആണ്. ദൈവവിളി വ്രതമായി സ്വീകരിക്കുന്നവർ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടവരാണ്. ദൈവവിളി ജീവിത ദൗത്യമായി സ്വീകരിക്കുമ്പോൾ, ദൈവവിളിയെ വെല്ലുവിളിയായി ഏറ്റെടുക്കുമ്പോൾ വിളിക്ക് യോഗ്യരായി തീരണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഫലം കായ്ക്കുന്നവരാകണം. നമുക്ക് ഒരു വിളിയെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ സമീപിക്കാം. ആക്റ്റീവ് ആകാം, പാസീവ് ആകാം, ഡിറ്റാച്ച്ഡ് ആകാം, പല രീതിയിലും പ്രവർത്തിക്കാം. എന്നാൽ നമ്മെപ്പറ്റി നാം വിളിക്ക് യോഗ്യരെങ്കിൽ ഇതിലേത് ചോയ്സാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. പാസീവ് എന്ന് പറയുമ്പോൾ ബൈ ഒബ്സർവിങ്, ലിസണിങ് ഓർ ബീങ് പ്രസന്റ് വിതൗട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്. അതോ ഡിറ്റാച്ച്ഡ് ആകണോ, അതോ ആക്റ്റീവ് ആകണോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി അഥവാ ഈ വിളിയെ നാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫലം കായ്ക്കുന്നവരാകുവാൻ നാം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? രണ്ടാമതായി പറയുകയാണെങ്കിൽ പരിജ്ഞാനത്തിൽ വളരേണ്ടവരാണ്. പരിജ്ഞാനം ആവശ്യമാണ്. ഈ ഒരു വിളി ഏറ്റെടുക്കണമെങ്കിൽ യഥാർത്ഥ പരിജ്ഞാനം ആവശ്യമാണ്. നമ്മിൽ മെജോറിറ്റിയും തിയോളജിക്കലി ട്രെയിൻഡ് അല്ല. അതുകൊണ്ടാണ് നാം ഇപ്രകാരം ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നമുക്കറിയാം, നമുക്ക് പരിജ്ഞാനമില്ലെങ്കിൽ, അല്ലെങ്കിൽ ബൈബിൾ നോളജ് ഇല്ലെങ്കിൽ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വി നീഡ് ടു എക്വിപ്പ് അവേഴ്സെൽസ്. വേദപുസ്തക പരിജ്ഞാനം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം മുഴുവനായി പഠിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മാർബിൾസ് എന്ന ഈ ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് ഒരു ബസ്ക്യോമോ എന്ന നിലയിൽ അവശ്യം വേണ്ട ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ സിലബസ് അപ്രകാരം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊരു സെക്യുലർ സ്റ്റഡിയിൽ നിന്നും ഈ ഒരു ചുമതലയിലേക്ക് അഥവാ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു ചെറിയ രൂപം അല്ലെങ്കിൽ ഒരു ബേസിക് കോഴ്സ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നതിലൂടെ അനേകർ എക്യുപ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ബാച്ചുകൾ നാം നടത്തി ഏകദേശം 250ഓളം കൊച്ചമ്മമാർ ബെനിഫിറ്റഡ് ആയി. തുടർന്നും ഇപ്രകാരം ഉള്ള ഒരു കോഴ്സ് ഇപ്രാവശ്യം നമുക്ക് ഒരു നല്ല സ്ട്രെങ്ത് ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരു നല്ല നമ്പർ ഓഫ് കൊച്ചമ്മമാർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ഇപ്രകാരം മുമ്പോട്ട് വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നമുക്ക് പ്രൊവൈഡ് സർട്ടൻ ബേസിക്സ് ടു ബിക്കം വർത്തി ഓഫ് അവർ കോളിംഗ്. നമ്മുടെ കോളിംഗ് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ്, നമ്മുടെ കോളിങ്ങിനായുള്ള ഗോഡ്സ് കോളിലേക്കുള്ള നമ്മുടെ ഈ ചോയ്സ് നാം വേർത്തിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് നാം യോഗ്യരാകണമെങ്കിൽ ഈ 2 കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
ഈ മാർബിൾസ് എന്ന പ്രോഗ്രാമിലൂടെ അതിന് നമുക്ക് ഇടയാവട്ടെ. ഇതൊരു വെറും ബേസിക് കോഴ്സാണ്, എന്നാൽ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് അനേക പടവുകൾ ചവിട്ടിക്കയറാൻ സാധിക്കും. അത് ഇതിൽ പാർട്ടിസിപ്പൻസ് ആയി വന്നിരിക്കുന്ന ഏവരും പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ടുള്ളവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്തല്ലോ. മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന് പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. Thank you, Kochumma, for your words. It is an honor and privilege to have Very Reverend Dr. Ishu Matthew as today's chief guest. Achin is an insightful scholar, compassionate parish priest, and an advocate for women empowerment. I invite Ishu Matthew Achin to inaugurate Marbles 2025. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട ഉഷ കൊച്ചമ്മ, പ്രിയപ്പെട്ട ഉമ്മൻ വി വർക്കി അച്ഛൻ, സുജിത് അച്ഛൻ, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബസ്കിയാമ്മമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. മാർബിൾസ് എന്ന ഈ പ്രോഗ്രാം 5ാമത്തെ സെഷൻ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഉഷ കൊച്ചമ്മയോട് എൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കട്ടെ. ഉഷ കൊച്ചമ്മ, ഹലോ, കേൾക്കാമല്ലോ ഇല്ലേ? കേൾക്കാമല്ലോ. ഉഷ കൊച്ചമ്മയുടെ ജീവിത പങ്കാളി ബഹുമാനപ്പെട്ട തോമസ് അലക്സാണ്ടർ അച്ഛനും ഞാനും ഒരേ കാലഘട്ടത്തിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പഠിച്ചവരും ഒരു ദിവസം മാർത്തോമ സഭയിലെ ശമ്മാശന്മാരായി നിയോഗിക്കപ്പെട്ടവരുമാണ്. അങ്ങനെ ആ കുടുംബവുമായി എനിക്കേറെ അടുത്ത സ്നേഹ ബന്ധമാണ് ഉള്ളത്. ബഹുമാനപ്പെട്ട ഉമ്മൻ വി വർക്കി അച്ഛനും ഞാനും കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിൽ ഒരേ ബാച്ചിൽ BD പഠനം പൂർത്തീകരിച്ചവരാണ്. സുജിത് അച്ഛനും എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ബസ്ക്യാമ്മമാരും എൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്ത സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളുമാണ്. ഇപ്രകാരം ഒരു കോഴ്സ് ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഏറ്റവും സന്തോഷകരമാണ്, അത് പ്രയോജനകരമാണ്. അതിന് എല്ലാ ആശംസകളും. ഈ 5ാമത്തെ സെഷൻ ഏറ്റവും അർത്ഥപൂർണമായി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബസ്ക്യാമ്മമാർ മാർത്തോമ സഭയിൽ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അച്ഛൻ സെന്റേഡ്, ക്ലർജി സെന്റേഡ് ഒരു പട്ടത്ത ശുശ്രൂഷയല്ല നമുക്കുള്ളത്. അച്ഛനും അച്ഛൻ്റെ ജീവിത പങ്കാളിയും ബസ്ക്യാമ്മയും മക്കളും ഒരുമിച്ച് ഒരു ഫാമിലിയായി, ഒരു ടീമായി ഇടവകയിലും മറ്റ് സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അച്ഛനോടൊപ്പം ബസ്ക്യാമ്മോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ബസ്ക്യാമ്മമാർക്ക് വേണ്ട റെക്കഗ്നീഷൻ, വേണ്ട പാർട്ടിസിപ്പേഷൻ നമ്മുടെ ശുശ്രൂഷകളിൽ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം നാം പരിശോധിക്കേണ്ടതാണ്. ഞാൻ ഏതൊരു മീറ്റിങ്ങിൽ പോകുമ്പോഴും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്യുമ്പോൾ
അച്ഛന്മാരും ബസ്ക്യോമ്മമാരും എന്ന് മനഃപൂർവ്വം ഞാൻ പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പബ്ലിക് മീറ്റിങ്ങിൽ അഡ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെയൊക്കെ പറയും, അച്ഛനെ കുറിച്ച് പറയും. എന്നാൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബസ്ക്യോമ്മമാര് പലപ്പോഴും ആളുകൾ അഡ്രസ് ചെയ്യാറില്ല, അവരെക്കുറിച്ച് ഒന്നും പറയാറില്ല എന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബസ്ക്യാമോസ് കൊച്ചമ്മമാർ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് അച്ഛനോടൊപ്പം ചെയ്യുന്നത് എന്ന കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. കഴിഞ്ഞ ചില വർഷങ്ങളായി എൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ഓരോ ഇടവകളിൽ നിന്ന് വരുന്ന വാർഷിക റിപ്പോർട്ട് അത് വായിച്ച് ഭദ്രാസന എപ്പിസ്കോപ്പായിക്ക് വേണ്ടി അത് അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ വായിച്ചിട്ടുള്ള പല ഇടവുകളുടെയും സംഘടനകളുടെയൊക്കെ വാർഷിക റിപ്പോർട്ട്, അതിൻ്റെ ആമുഖം തുടങ്ങുന്നത് വളരെ നെഗറ്റീവ് നോട്ടിലാണ്. മിക്ക വാർഷിക റിപ്പോർട്ട് വായിച്ചാലും ഈ ലോകമെല്ലാം അക്രമമാണ്, ലോകമെല്ലാം അഴിമതിയാണ്, ലോകമെല്ലാം മോശമാണ്, യുദ്ധമാണ്, പട്ടിണിയാണ്, ക്ഷാമമാണ്, ദാരിദ്ര്യമാണ്, അനീതിയാണ്. ഇങ്ങനെ പല നെഗറ്റീവ് കാര്യങ്ങളാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത്. അത് ഇടവകളുടെ റിപ്പോർട്ടിൽ മാത്രമല്ല, പല സംഘടനകളുടെ റിപ്പോർട്ടും ആമുഖമെല്ലാം വളരെ നെഗറ്റീവായിട്ടാണ് സാധാരണ എല്ലാവരും എഴുതുന്നതും ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ കാണുന്നത്. അതിനോട് നമ്മുടെ മലയാള സാഹിത്യത്തിലെ പേര് കേട്ട എഴുതിയ നേർവിചാരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ലോകമെല്ലാം അനീതി അല്ല, ലോകമെല്ലാം അക്രമമല്ല, ലോകത്തിലുള്ള എല്ലാവരും മോശക്കാരല്ല. ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷം ചിലപ്പോൾ തിന്മയോട് കൂട്ടുചേർന്നേക്കാം. എന്നാൽ ഭൂരിപക്ഷം ജനതകളും നന്മയെ പരിപോഷിപ്പിക്കുന്നവരാണ്. ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ ചില തിന്മയോട് കൂട്ടുനിൽക്കുന്നവർ. തിന്മയോട് കൂട്ടുനിൽക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ പർവ്വതീകരിച്ച് നാം പലപ്പോഴും ലോകമെല്ലാം കുഴപ്പമാണ്, അക്രമമാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വി ഷുഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ അവർ ലൈഫ്. നാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ എത്രയോ നന്മകൾ നമുക്ക് ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ കാണാം. കുറെ നാളുകൾക്ക് മുമ്പ് കണ്ണൂരിലുള്ള 1.5 വയസ്സുകാരൻ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേകതര അസുഖം ഉണ്ടായി. ആ അസുഖത്തിന്റെ പേര് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി. ഇത് പേശികൾക്ക് ബലം ക്ഷയിച്ച് പോകുന്ന ഒരു റെയർ ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. ഈ 1.5 വയസ്സുകാരന്റെ സഹോദരിക്കും ഈ സെയിം അസുഖം തന്നെയാണ്. സഹോദരിക്ക് 7 വയസ്സ് മാത്രം. ഞാൻ ഈ കുട്ടികളുടെ പേര് മനഃപൂർവ്വം പറയാത്തതാണ്. ആ കുട്ടികൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ആ പേര് കൊണ്ട് തിരിച്ചറിയാവുന്നത് കൊണ്ട് ഞാനത് ഇവിടെ മനഃപൂർവ്വം പറയുന്നില്ല. ഈ 7 വയസ്സുകാരി വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, എൻ്റെ സഹോദരൻ മൂലം കഷ്ടപ്പെടുന്നു. ഈ അസുഖത്തിന് ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് സോൾജൻസ്മ എന്നാണ്. സോൾജൻസ്മ. അതിന്റെ വില 18 കോടി രൂപയാണ്. ആ മരുന്നിന്റെ വില. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ സഹോദരി
തൻ്റെ 1.5 വയസ്സുകാരൻ സഹോദരന്റെ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു, അക്കൗണ്ട് നമ്പർ ഇട്ടു. 7 ദിവസം കൊണ്ട് ഈ 18 കോടി രൂപ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി നമ്മുടെ കേരള സമൂഹം നൽകി എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഇങ്ങനെ ധാരാളം നന്മയുടെ, കരുണയുടെ, സ്നേഹത്തിന്റെ, ദയയുടെ, നീതിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, നമുക്ക് എല്ലാത്തിനോടും ഒരു മുൻവിധി ഇല്ലാത്ത, ഒരു പ്രിജുഡിസും ഇല്ലാത്ത ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ നന്മയുടെ ഘടനകൾ, നന്മയുടെ ആളുകൾ, നന്മയുടെ ഫാക്ട്സ്, അതേക്കുറിച്ച് എഴുതുവാനായി നമുക്ക് കഴിയണം. അതുകൊണ്ട് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ പഠനത്തിലും നമ്മുടെ മിനിസ്ട്രിയിലും മറ്റുള്ളവരുള്ള ഇടപാടുകളിലും നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ അടുത്തയിടെ വന്നത്, പണ്ടൊക്കെ ഒരു 5 പേർ 6 പേരൊക്കെ അപകടത്തിലോ എന്തെങ്കിലും സാഹചര്യത്തിൽ മരണമടഞ്ഞാൽ പത്രത്തിലെ 1-ാമത്തെ പേജിൽ പ്രധാന വാർത്തയായി അത് വരുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ വർത്തമാന പത്രങ്ങളിലെ ഒരു ട്രെൻഡ് ഞാൻ കണ്ടത്, ഗാസായിൽ ഒരു ദിവസം 47 പേർ, 80 പേർ, 100 പേർ, 120 പേർ ഒക്കെ മരിക്കുന്ന വാർത്ത പത്രത്തിന്റെ ഇന്നർ പേജിൽ ഒരു ചെറിയ അക്ഷരത്തിൽ ആണ് ഇന്ന് വരുന്നത്. കാരണം ഓരോ ദിവസവും എത്ര പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എന്ന് പറഞ്ഞാൽ അതങ്ങ് ഗാസയിലാണ് നടന്നത്. അതിന് നമുക്കെന്താണ്? പത്രം വായിക്കുമ്പോൾ എത്ര ആളുകളാണ്, നിരപരാധികളായ ആളുകൾ, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും കൊല്ലപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വേദന, ഒരു കണ്ണുനീർ, അവരെക്കുറിച്ചുള്ള ഒരു കരുതൽ ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ ഓർക്കാറുണ്ട്. പത്രങ്ങൾ പോലും ഇത്രയും സംഖ്യ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അതിനെ വളരെ സാമാന്യവൽക്കരിച്ച് ലഘൂകരിച്ച് കാണുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ്. ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചത് മാർത്തോമ സഭയിലെ ഒരു EALP സ്കൂളിലാണ്. അവിടെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരു സ്കൂൾ അസംബ്ലി ഉണ്ട്. ആ സ്കൂൾ അസംബ്ലിയിൽ ഞങ്ങളുടെ സ്കൂൾ ലീഡർ ഞങ്ങൾക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലിത്തരുമായിരുന്നു. അത് ഞങ്ങളെല്ലാം ഏറ്റുപറയും. ഞങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിന്റെ 1-ാമത്തെ പേജിൽ ഈ പ്രതിജ്ഞ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്കൂളിൽ പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞയാണ്. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ്, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. ഇതാണ് ആദ്യത്തെ വാചകം. ഈ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ് എന്ന് നാം സ്കൂളിൽ പഠിച്ചെങ്കിൽ, ഇന്ന് ഭാരതത്തിന് അപ്പുറത്തേക്കും ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ് എന്നുള്ള വിശാലമായ ഒരു ദർശനത്തിലേക്ക് നാം വളരേണ്ടതാണ്. ഈ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ് എന്ന് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുമ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മൾ ആളുകളെ തരംതിരിക്കുന്നവരാണ്. ഈ അടുത്ത കാലം വരെ ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ജോലിക്കാരെ അന്യ സംസ്ഥാന തൊഴിലാളി എന്നാണ് നാം അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
ഭാരതത്തിലെ എല്ലാവരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണെന്ന് പ്രതിജ്ഞ ചൊല്ലുന്ന നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ആളുകളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് മതത്തിന്റെ പേരിലും അവർ ജനിച്ചു വളർന്ന ദേശത്തിന്റെ പേരിലും അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരെയും സഹോദരന്മാരും സഹോദരികളുമായി കാണുന്ന ദൈവരാജ്യത്തിന്റെ വിശാലമായ സാഹോദര്യത്തിലേക്ക് നമ്മൾ വളരേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അടുത്തതായി, ഇന്ന് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ്, ഈ ന്യൂ ജനറേഷൻ എല്ലാം കുഴപ്പക്കാരാണ്, ഞങ്ങളുടെ കാലത്ത് എല്ലാം നല്ലതായിരുന്നു, ഇപ്പോൾ എവിടെ പറഞ്ഞാലും ന്യൂ ജനറേഷൻ എല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരാണ് എന്ന് നമ്മൾ പൊതുവെ ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്. ചില മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ന്യൂ ജൻ നല്ല കുട്ടികളാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് എല്ലാ തിന്മയ്ക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മളെ ഈ വൈ ക്വസ്റ്റ്യൻസ് ചോദിപ്പിക്കാൻ നമ്മളെ എക്യുപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ എമ്മൗസിലേക്ക് ക്ലെയോപ്പാവും മറ്റൊരു ശിഷ്യയോ നടന്നു പോകുന്ന ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എമ്മൗസിലേക്ക് നടന്നു പോകുന്നവരോട് ചേർന്ന് നടക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഈ നടന്നു പോകുന്ന ആളുകൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എമ്മൗസിലേക്ക് പോയ ക്ലെയോപ്പാവും കൂടെയുള്ള ആളും വർത്തമാനം പറയുന്ന ചിന്താ വിഷയം അല്ലെങ്കിൽ അന്നത്തെ ടോക്ക് യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ബോഡി കാണാൻ പോയ സ്ത്രീകളുടെ കാര്യം, അവിടെ ചെന്നപ്പോൾ അവിടെ മൃതശരീരം ഇല്ല എന്നുള്ള കാര്യം, ഈ സംഭവം എല്ലാം പറഞ്ഞ് നിരാശിതരായി അവർ എമ്മൗസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ട് പോകുന്നത്? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? ഇന്ന് നിങ്ങൾ പറയുന്ന നാട്ടുവർത്തമാനം എന്താണ്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ട് പോകുന്നത്? അതുകൊണ്ട് നമ്മൾ യേശു ചോദിച്ചതുപോലെ ചോദിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ നാട്ടുവർത്തമാനം എന്താണ്? വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ ദൈവശാസ്ത്രജ്ഞനായ KM ജോർജ് അച്ഛൻ പറയുന്നത്, ഇന്ന് നാട്ടുവർത്തമാനത്തെക്കുറിച്ച് ആർക്കും വലിയ ചിന്തയില്ല, ഇന്ന് കൊച്ചു വർത്തമാനങ്ങളെ ഉള്ളൂ എന്നാണ്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കൂടുമ്പോൾ, നമ്മൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ്? അത് നാട്ടുവർത്തമാനമാണോ? വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണോ നമ്മൾ ചോദിക്കുന്നത്, സംസാരിക്കുന്നത്? അതോ വേറെ അർത്ഥമില്ലാത്ത കൊച്ചു വർത്തമാനങ്ങളാണോ ഇന്നുണ്ടാകുന്നത് എന്ന കാര്യം ഓർക്ക്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു ഇന്ററാക്റ്റീവാണ്. ക്ലെയോപ്പാവിനോടും കൂടെ നടന്നവരോടും യേശു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവർ പറയുന്നത് കേൾക്കുകയാണ്. അവർക്ക് വേദ പുസ്തകം വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് വാട്ട് ഇസ് ദ ടോക്ക് ഓഫ് ടുഡേ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ചോദിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് നാട്ടുകാരോട് ചേർന്ന് അതിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കണം എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്.
വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? ഇന്ന് പലപ്പോഴും പലരോട് ചോദിക്കുമ്പോൾ ഇന്നത്തെ പത്രം വായിച്ചോ? ഇന്ന് വായിച്ചില്ല. ഈ പലരും ഇന്റർവ്യൂവിന് വരുമ്പോൾ, പല കാര്യങ്ങൾക്ക് ഇന്റർവ്യൂവിന് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്നത്തെ ഒരു വാർത്ത എന്താണെന്ന് പറയാമോ? അപ്പോൾ ഇന്റർവ്യൂവിന് വരുന്ന ചില ആളുകൾ പറയും, ഇന്നത്തെ പത്രം വായിച്ചില്ല. ഇന്നലത്തേത് വായിച്ചോ? ഇന്നലത്തേതും വായിച്ചില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ TV കാണുമ്പോഴും പത്രം വായിക്കുമ്പോഴും ഒക്കെ വാട്ട് ഈസ് ദ ടോക്ക് ഓഫ് ടുഡേ? നാം ജീവിക്കുന്ന നമ്മുടെ പ്രാദേശിക ഇടങ്ങളിലെ നമ്മുടെ ഇഷ്യൂസ് എന്താണ്? പ്രശ്നങ്ങൾ എന്താണ്? യേശു എമ്മോസിലേക്ക് നടന്നു പോയവർ ചോദിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുന്ന വർത്തമാനം എന്താണ്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇന്ന് നമ്മുടെ മിനിസ്ട്രി അർത്ഥപൂർണമാകണമെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ചെയ്യുന്ന ഇടങ്ങളിലെ പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നടന്നു പോകുന്ന ആളുകളോട് കൂടെ നടക്കാൻ നമുക്ക് കഴിയണം. നടന്നു പോകുന്ന ആളുകൾ സംസാരിക്കുന്ന ടോക്ക് എന്താണ്? അവർ സംസാരിക്കുന്ന വിഷയം എന്താണ്? ഇഷ്യൂ എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാനും അതിനോട് ഇന്ററാക്ട് ചെയ്യാനും കഴിയണം. അതുകൊണ്ട് വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ, നമ്മുടെ ഈ കോഴ്സൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ കേൾക്കുന്ന, അവരോട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഇന്നത്തെ നാടിൻ്റെ ടോക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ തിയോളജി ഇന്ന് കോണ്ടെക്സ്റ്റുവൽ തിയോളജി എന്ന് പറയാറുള്ളത്. കോണ്ടെക്സ്റ്റുവൽ തിയോളജി. കാരണം നാം ജീവിക്കുന്ന കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുമായി കഴിയണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ബസ്കിയാമ്മമാർ അല്ലെങ്കിൽ നമ്മൾ പേരൻസ്, അത് അച്ഛനാകട്ടെ കൊച്ചമ്മയാകട്ടെ, നമ്മൾ മാതാപിതാക്കൾ, വി ഷുഡ് ബി സ്റ്റോറി ടെല്ലേഴ്സ്. നമ്മൾ മറ്റുള്ളവരോട് കഥ പറയുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ ഓൺലൈനിലുള്ള ഈ കോഴ്സ് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മറിച്ച് അടുത്ത തലമുറയ്ക്ക് കഥകൾ പറയുന്ന മാതാപിതാക്കളായി, ബസ്കിയാമ്മമാരായി നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടാണ് വളർന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് മദറിൻ്റെ കൂടാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നത്. ഗ്രാൻഡ് മദർ എനിക്ക് പറഞ്ഞു തന്ന ബൈബിൾ കഥകൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചയായി നിൽക്കുകയാണ്. എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹോം ഈസ് ദ യൂണിവേഴ്സിറ്റി വേർ പേരൻസ് ആർ ദ പ്രൊഫസേഴ്സ്. ഹോം ഈസ് ദ യൂണിവേഴ്സിറ്റി വേർ പേരൻസ് ആർ ദ പ്രൊഫസേഴ്സ്. നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ പ്രസിദ്ധനായ മെത്രാപ്പോലിത്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്രകാരമാണ്: എന്നെ അപ്പോസ്തോലിക വിശ്വാസം പഠിപ്പിച്ചത് എൻ്റെ പള്ളിയിലെ പുരോഹിതനല്ല, അച്ഛനല്ല, എൻ്റെ അമ്മയാണ്. എന്നെ അപ്പോസ്തോലിക വിശ്വാസം പഠിപ്പിച്ചത് എൻ്റെ പള്ളിയിലെ അച്ഛനല്ല, ആദ്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് എന്ന് അദ്ദേഹം പറയുന്നത് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹോം ഈസ് ദ യൂണിവേഴ്സിറ്റി വേർ പേരൻസ് ആർ ദ പ്രൊഫസേഴ്സ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ദൈവത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ നാളുകളെക്കുറിച്ച്, ഈ ചരിത്രത്തെക്കുറിച്ച്, നാം ജീവിക്കുന്ന കോണ്ടെക്സ്റ്റിനെ കുറിച്ചുള്ള നല്ല കഥകൾ പറയുവാൻ നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊരു കാര്യം എനിക്ക് പൊതുവായി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും കൊച്ചമ്മമാർ, ബസ്കിയാമ്മമാർ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർന്ന് പറയുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പെർഹാപ്സ് ചർച്ച് ഈസ് ദി only institution which
exist for its non-members. Perhaps church is the only institution which exists for its non-members. അംഗത്വമില്ലാത്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ലോകത്തിലെ ഒരുപക്ഷെ ഏക പ്രസ്ഥാനം സഭയായിരിക്കാം, അല്ലെങ്കിൽ ഇടവകയായിരിക്കാം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളിലും സംഘത്തെയും മാർത്തോമ്മക്കാരെയും മാത്രം കേറ്റർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയോ ട്രസ്റ്റോ അല്ല ഒരു പാരിഷ് സഭ എന്ന് പറയുന്നത്. ചർച്ച് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് എക്സിസ്റ്റ് ഫോർ ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്. അംഗങ്ങളല്ലാത്തവർക്ക് വേണ്ടി, മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്കപ്പുറത്തായി മനുഷ്യരെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് സഭ എന്ന് പറയുന്നത്. ഇതേ ആറ്റിറ്റ്യൂഡാണ് പട്ടക്കാർക്കും ബസ്ക്യാമാർക്കും ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമ്മുടെ പാരിഷ്നേഴ്സിനെ മാത്രം കേറ്റർ ചെയ്യുന്ന, അവരുടെ ആത്മീക ഭൗതിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ആളുകളായിട്ട് അല്ല, പിന്നെയോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ കുറിയന്നൂർ ജോൺ മാത്യു അച്ഛൻ്റെ സഹധർമ്മിണി ലിസി കൊച്ചമ്മ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് സഹയാത്രിക എന്നാണ്. സഹയാത്രിക. കുറിയന്നൂരും അതിനടുത്തുമുള്ള ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവമാരുടെ സംഘടനയുടെ പേരാണ് സഹയാത്രിക. കൊച്ചമ്മയുടെ വീട്ടിൽ മാസത്തിൽ ഒരിക്കൽ അവരുടെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള ജാതി മത ഭേദമന്യേ സ്ത്രീകൾ ആ ഭവനത്തിൽ വരികയും അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയും അവർ പ്രാർത്ഥിക്കുകയും അവർ പലതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സഹയാത്രിക എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു മോഡലാണ്, ഒരു മാതൃകയാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. വലിയൊരു കോൺട്രിബ്യൂഷനാണ് ലിസി കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങളിലൂടെ അവിടെ നടക്കുന്നത് എന്ന കാര്യവും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അച്ഛന്മാർക്ക്, കൊച്ചമ്മമാർക്ക് ഈ സമൂഹത്തിൽ വളരെ പോസിറ്റീവായി, ക്രിയാത്മകമായി, രചനാത്മകമായി ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പ്രിയപ്പെട്ട ഉഷ കൊച്ചമ്മ സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമൂഹത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുമൊക്കെ നല്ല ജ്ഞാനമുള്ളവരാകണം, പരിജ്ഞാനമുള്ളവരാകണം. അത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ മിനിസ്ട്രി അർത്ഥപൂർണമായി തീരുന്നതിന് ഈ പഠനം ഏറെ സഹായകരമാണ് എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീനിങ് ആയുള്ള മിനിസ്ട്രി ചെയ്യുന്നതിന് ഈ മാർബിൾ കോഴ്സ് നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മിൽ നല്ല ചോദ്യങ്ങൾ ഉണർത്തുവാനും ആ ചോദ്യങ്ങൾക്ക് തക്ക അർത്ഥം കണ്ടെത്തുവാനും ഈ സമൂഹത്തിൽ മറ്റുള്ളവരോട് ചേർന്ന് നടക്കുവാനും ഈ സമൂഹത്തിൻ്റെ ടോക്ക്, ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ കേൾക്കുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും നമ്മുടെ ഈ പഠന പരമ്പര നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വി ഡു നോട്ട് ടീച്ച് ബട്ട് വി എഡ്യൂക്കേറ്റ്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന നല്ല പഠിതാക്കളായി നമുക്കെല്ലാവർക്കും തീരാം. അത് നിരന്തരം നമ്മെ പുതിയ വഴികളിലേക്ക്, പുതിയ ജ്ഞാനത്തിലേക്ക്, പുതിയ ശുശ്രൂഷകളിലേക്ക് നയിക്കും എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. സകല അറിവിൻ്റെയും സകല പരിജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന ദൈവത്തോട് ചേർന്ന് നമുക്ക് ഈ കോഴ്സ് ആരംഭിക്കാം, പൂർത്തീകരിക്കാം. ബസ്ക്യാമോസ് ഫെലോഷിപ്പ് ആരംഭിക്കുന്ന മാർബിൾസ് എന്ന 5ാമത്തെ പഠന പരമ്പര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ പഠന പരമ്പര നമ്മുടെ കൊച്ചമ്മമാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ
ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achin, for the reflective message, especially as you leave behind a call for us to understand the context of the church and to deal with everybody in an interactive, unbiased, and inclusive manner. We kindly request all the participants to turn on their cameras. Thank you. The brain behind this initiative is ഈ പേര് എത്ര അന്വർത്ഥമാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അത് വളരെ സന്തോഷപൂർവ്വം അതിൻ്റെ ചരിത്രങ്ങൾ ഒക്കെ ഓർക്കും. അനേകം കൊച്ചുമ്മമാർ പലയിടങ്ങളിൽ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോൾ മാർബിൾസിന്റെ ഭാഗമായിരുന്നു എന്ന പേരിൽ വന്ന് പരിചയപ്പെടുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ ഈ ഒരു കോഴ്സ് എന്താണ് എന്നുള്ളത് പറയുവാനായിട്ടാകുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഇരിക്കുന്നു. മാർത്തോമാ സഭയിൽ ഒരു വൈദികനാകുവാൻ ഒരു ജീവിതകാലം മുഴുവനുള്ള ഒരുക്കവും അതിനുശേഷം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം 4 വർഷത്തേക്ക് സെമിനാരിയിൽ അനേക ആളുകളുമായിട്ടുള്ള ഒരു സഹവാസവും സഹവർത്തിത്വവും കൊണ്ടാണ് ഒരുവൻ സഭയിൽ പട്ടക്കാരനാകും. എന്നാൽ ഏകദേശം ഈശോ മാത്യു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മാർത്തോമാ സഭ പട്ടക്കാരൻ മാത്രം പ്രാധാന്യമുള്ള ഒരു സഭയായിട്ടല്ല, പട്ടക്കാരൻ കുടുംബമായിട്ട് പ്രാധാന്യം കണ്ടെത്തുന്നതായ ഒരിടവും ആ പ്രാധാന്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരിടവും എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പട്ടക്കാരനോടൊപ്പം ഒരു സുപ്രഭാതത്തിൽ വിവാഹത്തിലൂടെ കൊച്ചമ്മ എന്നുള്ള ആ ഒരു അതുല്യമായ വിളിക്ക് ഒരുവൾ വിളിക്കപ്പെടുമ്പോൾ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഈ മേഖലയിൽ, ഈ ഒരു പദവിയിലേക്ക്, ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുന്നവരാണ് മാർത്തോമാ സഭയിലെ കൊച്ചുമ്മമാർ മിക്കവരും. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൊച്ചമ്മ എങ്ങനെ ഏത് വിധത്തിൽ ശുശ്രൂഷ ചെയ്യണം എന്നതിനെ കുറിച്ച് ഗൈഡ് ചെയ്യുന്നതായ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം. പിന്നെ ആകെപ്പാടെ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലാതെ വേറെ ഒന്നും വഴിയിലില്ല. ചെയ്തു നോക്കും, ഒത്താൽ ഒത്തു, ഒത്തില്ലെങ്കിൽ തിരുത്തിയേച്ച് വീണ്ടും വേറൊരു വഴി നോക്കും. അങ്ങനെ ഏകദേശം 10-30-40 വർഷം കഴിയും. ആ വർഷങ്ങളുടെയൊക്കെ ഒടുവിൽ അല്പം പരിജ്ഞാനത്തോടുകൂടെ ഒരു മുതിർന്ന കൊച്ചമ്മയായിട്ട് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വരുന്നതായ രീതി. എന്നാൽ എംപവർമെന്റ് ഓഫ് വിമൻ എന്ന് പറയുന്നത് അറിവിന്റെ പകർച്ചയിലൂടെയാണ്. ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയുടെ അർത്ഥതലങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇന്ന് ചെയ്യുന്നതിൽ അപ്പുറം ചെയ്യുവാൻ ശേഷിയുള്ളതാണ് മാർത്തോമാ സഭയിലെ ബസ്കിയോമ്മമാരുടെ വിഭാഗം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്രകാരം വിശ്വസിക്കുവാൻ കാരണം, ഞാനൊരു ബസ്കിയോമ്മയുടെ മകനായി വളർത്തപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമല്ല, ആ വളർത്തലിൽ അനേക ബസ്കിയമ്മമാരെ കാണുവാനും പരിചയപ്പെടുവാനും അച്ഛൻ കുടുംബങ്ങളുമായിട്ട് ഇടപെടുവാനും അവരുടെയൊക്കെ സാധ്യതകൾ കണ്ടെത്തുവാനും ഇടയായി എന്നതുകൊണ്ടാണ്. മാത്രമല്ല, എന്നോടൊപ്പം യുവജന സഖ്യത്തിലും സൺഡേ സ്കൂളിലും ഒക്കെ വളർന്നു വന്നതായ അനേക യുവതികൾ, കഴിവുറ്റ യുവതികൾ മാർത്തോമാ സഭയിൽ വിവിധ പട്ടക്കാരുടെ ശുശ്രൂഷകളിൽ സഹായിക്കുന്നത് ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ഈ ശുശ്രൂഷ എന്ത് എന്ന ആഴത്തിലൊന്ന് മനസ്സിലാക്കുവാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ധന്യമായി, ഇതിലധികം ധന്യമായി ചെയ്യാം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് മാർബിൾസ് എന്ന ഈ പഠന പരമ്പരയ്ക്ക് സഹായകരമായ ഒരു റിസർച്ച് രൂപപ്പെടുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷനാണ്. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ജസ്റ്റ് ഫോർ കിഡ്സ്. Christian education happens at every age of human existence. ഒരു പ്രായത്തിലും അത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിൽ ഇരിക്കുന്നവർക്കും
ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിയേണ്ടുന്നതായ വസ്തുതയാണ്. ഇതിൽ തന്നെ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത്, ഈ ഒരു കോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷയിൽ കൂടുതൽ മികവ് കാണിക്കണം എന്നുള്ള ചിന്തയോടെ ആയിരിക്കാം നിങ്ങൾ അനേകരും ഈ പഠന പരമ്പരയ്ക്ക് തയ്യാറായത്. അതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ആത്മബോധമുള്ളവരായതുകൊണ്ടാണ്, നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെക്കുറിച്ച് ഗൗരവമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അപ്രകാരം തുനിയുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. മാർബിൾസ് എന്ന പ്രോഗ്രാം 6 മാസം ദൈർഘ്യമുള്ള ആഴ്ചയിൽ ഒരു സെഷൻ ഉൾക്കൊള്ളുന്നതായ ഒരു എഡ്യൂക്കേഷണൽ മൊഡ്യൂളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഊന്നൽ കൊടുക്കപ്പെടുന്നത് 3 പ്രധാനപ്പെട്ട ഡയമെൻഷൻസിലാണ്. ഒന്ന്, ഇതിന്റെ ഒരു തിയററ്റിക്കൽ ബേസിസ്. ഒരു കൊച്ചമ്മ എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് എന്താണ് ഒരു തിയററ്റിക്കൽ ബേസിസ് കൊടുക്കുവാൻ സാധിക്കുന്നത്? ഒരു ബിബ്ലിക്കലായിട്ട് എന്താണ് നമ്മളെ കുറിച്ച് പറയുന്നത്? ഹിസ്റ്ററിയില്, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളതായ ആളുകൾ എന്താണ് പറയുന്നത്? അതേപോലെ തന്നെ ദൈവശാസ്ത്രം, ദൈവത്തിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ ഈ ഒരു സ്ഥാനത്ത് അതിനെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായി പറയുന്നത്? ഇവയൊക്കെയാണല്ലോ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം ആകേണ്ടുന്നതായ തിയററ്റിക്കൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡ്യൂളിൽ നാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ക്ലർജി വൈഫ്സിന്റെ ജീവിത കഥകൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ, തിയോളജിക്കൽ ആൻഡ് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഒരുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന നമ്മളൊക്കെ തന്നെ ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ടും അതിൻ്റെ ടൂൾസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളൊക്കെ ചില വേദികളിലെങ്കിലും പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. നമ്മളോട് ചില കാര്യങ്ങൾ സഭയെ സംബന്ധിച്ച് ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട്. നാം ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ച് ആഴത്തിലൊന്നും മനസ്സിലാക്കുവാനുള്ള ഒരു സാധ്യത ചിലപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നതായ ഒരു ടൂൾ സെറ്റ് ഒരുക്കുക എന്നുള്ളത് ഈ കോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തീകരണമാണ്. ഒരിക്കൽ പോലും നിങ്ങൾ കരുതരുത് 6 മാസം ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ഒരു കൊച്ചമ്മയായി എന്ന്. അങ്ങനെ ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലില്ല. ഈ കാര്യങ്ങളിലൂടെ നമ്മുടെ അറിവില്ലായ്മ എത്രത്തോളം ആഴമുള്ളതാണ് എന്നുള്ളതൊന്നും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ. അതോടൊപ്പം എനിക്ക് എന്നെ തന്നെ ബെറ്റർ ചെയ്യുവാനായിട്ടുള്ള ഒത്തിരി മേഖലകൾ എൻ്റെ അറിവിലും എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ജീവിതത്തിലും എന്നെ തന്നെ പുതുക്കുവാനുള്ള ഒത്തിരി സാധ്യതകൾ അവശേഷിക്കുന്നു എന്നുള്ളതൊന്ന് സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 2-ല് നമ്മൾ ദൈവത്തെക്കുറിച്ച്, ബേസിക് തിയോളജി ആൻഡ് ഡോക്ട്രിൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് ആളുകളുണ്ട്. സോഷ്യൽ അനാലിസിസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒരു സമൂഹത്തെ എങ്ങനെ വിശകലനം ചെയ്യണം, അതിൽ കാണുന്നത് പോലെ മാത്രമല്ല കാണാത്ത കാര്യങ്ങൾ കൂടി ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും. അതിനുശേഷം വേദപുസ്തകം എങ്ങനെ അനലൈസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ കിട്ടുന്നതായ ഈ കറുത്ത പുസ്തകം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നീക്കി വല വീശണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന നൽകപ്പെടുന്നുണ്ട്. മാർത്തോമ സഭയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇതിൽ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ലിറ്റർജിയെ കുറിച്ച് ഒരു കോഴ്സ്, ഒരു സെഷൻ ഉണ്ട്. അതേപോലെ തന്നെ മാർത്തോമ സഭയുടെ വിവിധങ്ങളായ സംഘടനകളെ കുറിച്ചും അതിന്റെ സ്ട്രക്ചറുകളെ കുറിച്ചും ഒക്കെ ലഘുവായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നതായ ചില മേഖലകൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മോഡ്യൂളിനെ നമ്മൾ 5 തിരിച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഒരു കൊച്ചമ്മ, ഒരു അച്ഛൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇടപെടേണ്ടി വരുന്നതായ 4 പ്രധാനപ്പെട്ട തലങ്ങളെ കുറിച്ചാണ്. ഒന്ന്, വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ കൊച്ചമ്മയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. മിനിസ്റ്റീരിയൽ സ്പേസ്, ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് പ്രത്യേകം വേർതിരിക്കാവുന്നതല്ല എന്നുള്ളത് വളരെ ഊന്നി പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ
for the sake of this educational module നമ്മൾ ഇങ്ങനെയൊന്ന് തരംതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തേത് മിനിസ്റ്റീരിയൽ സ്പേസ് എന്നുള്ളതാണ്. നമ്മളുടെ ശുശ്രൂഷയുടെ ഒരു തലം, അവിടെ നാം നേരിടുന്നതായ ചില സാഹചര്യങ്ങളെ കുറിച്ച്. ഇതിൽ തന്നെ നമ്മളിൽ ചിലരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് വേറൊരു മേഖല നമുക്ക് ഉള്ളവരായിരിക്കാം. ഇടവകയ്ക്ക് അപ്പുറം ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്പേസിൽ നമ്മൾ ഇടപെടുന്നവരായിരിക്കാം. ആ മേഖലയിലെ അവർ പ്രസൻസ്, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഫാമിലി, അച്ഛന്മാരുടെ ഭാര്യമാരെന്നുള്ള നിലയിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരെന്നുള്ള നിലയിൽ, അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ഭാഗം എന്നുള്ള നിലയിൽ നാം നേരിടുന്നതായ ചില സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാനായിട്ടും ഇതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അവസാനത്തെ തേർഡ് മോഡ്യൂളിന്റെ അവസാനത്തെ ഭാഗത്തിൽ തന്നെ അച്ഛന്മാർക്ക് നേരിടേണ്ടി വരുന്നതായ ചില പൊതു സാഹചര്യങ്ങൾ, കുടുംബങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ട്രാൻസ്ഫർ പോലെയും മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് പോലെയും, അതേപോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ സംബന്ധിച്ച്, നമ്മുടെ റിട്ടയർമെന്റിന് ശേഷമുള്ളതായ സാഹചര്യങ്ങളെ കുറിച്ച്, അതുപോലെ ജീവിതത്തിൽ നാം ഒരുപക്ഷെ നേരിടേണ്ടി വരുന്നതായ വളരെ അപ്രതീക്ഷിതമായ മരണം പോലും ഉൾക്കൊള്ളുന്നതായ അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ അതിനോടൊക്കെ പ്രതികരിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായ കാര്യങ്ങൾ. എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇത്രയുമൊക്കെ ഇതിന് ആഴം ഒരു കൊച്ചമ്മയുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് എനിക്കുണ്ടായത്. അത് ഞാൻ അല്പം ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നതിന്റെ കാരണം, ഈ കഴിഞ്ഞ 4 ബാച്ചുകളിലും അങ്ങനെ പറയുന്നതായ 1-2 കൊച്ചമ്മമാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ this is an awakening call, not a programming opportunity. പ്രോഗ്രാം ചെയ്ത് റോബോട്ടുകളെ സൃഷ്ടിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ല മാർബിൾസ്. ഒരു ടീച്ചർ പോലും, ഒരു ഫാക്കൽറ്റി മെമ്പർ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആകേണ്ടത്, ഈ വിധത്തിലൊക്കെ ആയാൽ നിങ്ങൾ നല്ലൊരു കൊച്ചമ്മ ആയി എന്ന് പറയുകയില്ല. അങ്ങനെ ആരെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അവരെ തിരുത്തണം. കാരണം ഇത് ഒരിക്കൽ പോലും ചില ഇൻഫർമേഷൻ പാസിംഗ് ഓൺ നിർവഹിക്കുന്ന ഒരു കോഴ്സ് അല്ല. ഇങ്ങനെയൊക്കെ ആയാൽ ബുള്ളറ്റ് പോയിന്റ് 1, 2, 3, 4 നിങ്ങൾ നല്ല കൊച്ചമ്മയായി. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ്, ബട്ട് ഇറ്റ് ഈസ് എൻ അവേക്കണിംഗ്. ഇങ്ങനെ ഒത്തിരി ഫലങ്ങൾ ഉണ്ട് എന്നുള്ളതായ ഒരു സൂചിപ്പിക്കാം. ഇറ്റ് ഈസ് എൻ എംപവറിംഗ്, നോട്ട് എ ഷേപ്പിംഗ്. നിങ്ങളെ പരുവപ്പെടുത്തുന്നതായ ഒരു സംഗതി എന്നാണ്. നിങ്ങളെ ഇന്നതുപോലെ മോൾഡ് ചെയ്തെടുക്കുന്നതായ ഒരു അച്ച് ആയിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. മറിച്ച് ഇത് നിങ്ങൾ തന്നെ നിങ്ങളെ ശക്തീകരിക്കുന്നതായ ഒരു അനുഭവമായിട്ട് നിങ്ങൾ ഇതിനെ കാണും. ഇതിൽ തന്നെ ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് who you are in God, and it is not who someone else thinks you should be. മറ്റൊരാൾ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച് നിന്നെ ആക്കി തീർക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല മാർബിൾസ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈശോച്ചൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രെയിനിങ് ടു തിങ്ക്. എന്നാൽ I would say it is a training to think, but marbles will not tell what you should think. You should have your own thoughts. It is always a prerogative that we have the courage to think for ourselves. നമുക്ക് വേണ്ടി ചിന്തിക്കുവാന്, നമ്മുടെ ചിന്തകളെ വോക്കലൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ആദ്യ അവസാനം നിങ്ങളുടെ വീഡിയോസ് ഓൺ ആയിരിക്കും. നിങ്ങളുടെ മുഖങ്ങൾ കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ടെന്നാൽ ദിസ് ഇസ് എൻ എഫർമേഷൻ ആസ് എ കമ്മ്യൂണിറ്റി. മാർബിൾസ് എന്ന് പറയുന്നത് ഈ ഒരു മണിക്കൂർ നീളുന്നതായ ഒരു പ്രസ്ഥാനമല്ല. മാർത്തോമ ബസ്ക്യൂമസ് ഫെലോഷിപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി എഫർമേഷൻ കൂടിയാണിത്. ഞങ്ങൾ ഒരുമിച്ച് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് your educational model, an older generation and a younger generation sitting together and exchanging stories about how we are കൊച്ചമ്മസ്. ഈ സഭയിൽ നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ബസ്ക്യാമ്മമാരായി നിൽക്കുന്നത്
എന്നുള്ളത് മുതിർന്നവരും ചെറിയവരും വലിപ്പച്ചെറുപ്പം ഇല്ലാതെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു വേദിയായിരിക്കണം മാർബിൾസ് എന്നുള്ളത്. So we are not trying to force certain information upon you and creating a conformed group. ഒരുപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ടല്ല ഈ കോഴ്സ് എന്നുള്ളത് പ്രത്യേകം ഓർത്തു കൊള്ളുക. നമ്മളുടെ ഒക്കെ വ്യക്തിത്വങ്ങൾ അത് കർത്താവിൽ എങ്ങനെ അധികം ബ്ലോസം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണമാണ് ഇത്. നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. എന്നെയും ഇതിന്റെ ഭാഗമാക്കി നിങ്ങൾ നിലനിർത്തുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ദൈവം നമ്മുടെ ഈ പരിശ്രമങ്ങളെ ആശീർവദിക്കട്ടെ. എല്ലാ നല്ല അനുഭവങ്ങളും നേർന്നുകൊണ്ട് ഒരുമിച്ചുള്ള യാത്ര ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. Thank you, Achin. As this batch begins its journey, I now invite Litty Jose Kochumma, previous president of the Basquiamos Fellowship, to offer felicitation on behalf of the faculty. ഈ ഇനാഗുറൽ സെഷന്റെ അധ്യക്ഷയായിരിക്കുന്ന പ്രിയപ്പെട്ട ഉഷ കൊച്ചുമ്മ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഡോക്ടർ ഈശ മാത്യു അച്ഛൻ, സുജിത് മാമനച്ഛൻ, ഉമ്മൻ വർക്കിയച്ഛൻ, പ്രിയപ്പെട്ട പഠിതാക്കളായ കൊച്ചുമ്മമാരെ, ഈ കോഴ്സിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സോണി കൊച്ചുമ്മ, ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ഓഫീസ് ബെയറേഴ്സായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട കൊച്ചുമ്മമാരെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ കോഴ്സ് ആരംഭിച്ച നാൾ മുതൽ ഇതിന്റെ ഒരു ഭാഗമാകുവാൻ എനിക്കും അവസരം ലഭിക്കുന്നതോർത്ത് ഞാൻ സന്തോഷിക്കുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ആശംസ പറയുവാനായിട്ട് അതിനായിട്ട് എനിക്ക് അവസരം നൽകി തന്ന എല്ലാ ചുമതലക്കാരോടും ഉള്ള നന്ദിയും സന്തോഷവും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കും. ഈ 5ാമത്തെ ഈ മാർബിൾസിന്റെ ഈ കോഴ്സിൽ പഠിതാക്കളായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൊച്ചുമാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഇതുവരെയൊക്കെ കേട്ടതുപോലെ പ്രിയപ്പെട്ട അച്ഛന്മാരിൽ നിന്നും, ഉഷ കൊച്ചുമ്മയിൽ നിന്നും, ഫെബി കൊച്ചുമ്മയിൽ നിന്നും ഒക്കെ കേട്ടതുപോലെ ഈ മാർബിൾസ് എന്ന് പറയുന്ന ഈ പഠന പരിപാടി നമ്മുടെയൊക്കെ ശുശ്രൂഷാ മേഖലകളെ കൂടുതൽ ശക്തീകരിക്കട്ടെ, അത് കൂടുതൽ ഫലകരമായി നിർവഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ടുള്ള യേശു കർത്താവിന്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വലിയ രക്ഷാ പദ്ധതി അതൊരു കോസ്മിക് പ്ലാനാണ്, ഒരു മെഗാ പ്ലാനാണ്. ആ മെഗാ പ്ലാനിൽ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്ത് അതിൽ പങ്കുകാരാകുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പട്ടക്കാരോട് ചേർന്ന് കുടുംബമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റൊരു ക്രിസ്തു ആകുവാനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ സഭയും അതുപോലെ കർത്താവും നിയോഗിച്ചിരിക്കുന്നത് അഥവാ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ ഇന്നത്തെ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങൾ, നമ്മൾ ശുശ്രൂഷിക്കുന്ന ജനങ്ങൾ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു താളം, ഒരു റിതം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. മധ്യവയസ്കരും ഒക്കെ നമ്മുടെ ഇടവകയിലും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ റീൽസ് വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, എപ്പോഴും കൊച്ചു കൊച്ചു വീഡിയോസ് കാണാനായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് 2 മിനിറ്റിൽ കൂടുതലില്ല. അതിനപ്പുറമുള്ള വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ മെജോറിറ്റി അത് അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, അങ്ങനെ പലതരത്തിലുള്ള ചലഞ്ചസ് ഇന്ന് നമ്മുടെ അച്ഛന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷ സ്ഥാനികളൊക്കെയും ഫേസ് ചെയ്യുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പണ്ട് ഞാനൊരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനി ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നപ്പോൾ ക്ലാസ് എടുത്തതുപോലെ ഇന്ന് ഒരു സൺഡേ സ്കൂൾ അധ്യാപകന് പഠിപ്പിക്കുവാനോ ഒരു ക്ലാസ് എടുക്കുവാനോ സാധ്യമല്ല. കാരണം അത് അത്രയും കുട്ടികൾ എൻജോയ് ചെയ്യത്തില്ല. അപ്പൊ ഇന്ന് ഒരു പ്രസംഗം അഥവാ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് കുറച്ച് ഹ്യൂമർ ഉണ്ടായിരിക്കണം, അത് ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ആ വീക്ഷണങ്ങൾ ഉള്ള ജനങ്ങളുടെ മധ്യേ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടീവ് മിനിസ്ട്രിയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മമാരിൽ നിന്ന് സഭയും യേശു കർത്താവും ആഗ്രഹിക്കുന്നു. അതെങ്ങനെ കുറെ കൂടെ നന്നായി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ അത് സാധ്യമായി തീരും എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാരും സീനിയർ ആയിട്ടുള്ള കൊച്ചമ്മമാരും പഠിക്കുന്ന കൊച്ചന്മാരും ഒരുമിച്ച് ചേർന്ന് ഒരു യാത്ര ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. 1984 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഗോഡ് ഹാസ് എ ഡ്രീം. അപ്പൊ ആ പുസ്തകത്തിൽ ആർച്ച് ബിഷപ്പ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിന് എന്നെ വിശ്വാസമുണ്ട്. നമ്മെ ഓരോരുത്തരെയും വിശ്വസിക്കുന്ന ഒരു കർത്താവ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന സാധ്യതകളും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളിലും പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ക്രിസ്തു. നമ്മൾ എപ്പോഴും കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നതും എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവിനെ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവ്. എന്നാൽ ആർച്ച് ബിഷപ്പ് പറയാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവം. അപ്പോൾ പ്രിയപ്പെട്ട കൊച്ചന്മാരെ, നമ്മളെ ഓരോരുത്തരെയും വിശ്വസിച്ച് നിയോഗങ്ങൾ, ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിന്റെ വലിയ ഒരു സ്വപ്ന പദ്ധതിയിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കാളികളായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സംഘയാത്ര, അതിന്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും പ്രിയപ്പെട്ട അച്ഛന്മാർ, പ്രത്യേകിച്ച് സുജിത്ത് അച്ഛൻ അതെല്ലാം വ്യക്തമായി പരാമർശിച്ചു. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ നമ്മുടെ സംഘയാത്ര, അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോഴ്സിൽ 5ാമത്തെ ബാച്ച് മാർബിൾസിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട കൊച്ചുമാരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഒരു യാത്ര അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ നേരത്തെ നമ്മൾ കേട്ടതുപോലെ എല്ലാ ക്ലാസ്സുകളും ക്രമമായി പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭവനത്തിലെ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെല്ലാം മാറ്റിവെച്ചിട്ട് സുജിത്ത് അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ വീഡിയോസ് ഓൺ ചെയ്ത് എല്ലാ ക്ലാസ്സുകളും അത് ഫുൾ ടൈം അത് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ചുള്ള ഈ യാത്ര, 6 മാസത്തെ യാത്ര, ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ ഫലകരമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിന് ഈ കോഴ്സ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Thank you, Kochama, for the wishes. It is a joy to have a former Marbles student who grew and benefited from this program. On this occasion, I invite Liji Mary Thomas Kochama to offer felicitation on behalf of the alumni. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായ ബഹുമാനപ്പെട്ട ഈശോ മാത്യുവച്ചൻ, നമ്മോടൊപ്പമായിരിക്കുന്ന ഉമ്മൻ ബി വർക്കിയച്ചൻ, സുജിത്ത് അച്ഛൻ, ബസ്കിയാമോ, ഓഫീസ് ബെയർസ്, ഇന്ന് വിവിധ തരത്തിൽ നേതൃത്വം നൽകുന്നവർ, പുതിയ കോഴ്സിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന നമ്മുടെ കൊച്ചമ്മമാർ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എനിക്ക് ഇപ്രകാരം ഈ ഒരു അവസരം നൽകിയ സോണി കൊച്ചമ്മയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാർബിൾ കോഴ്സിന്റെ പുതിയ ഒരു അധ്യായം കൂടി തുടങ്ങുകയാണല്ലോ.
4ാമത്തെ ബാച്ചിൽ പഠിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ എനിക്ക് അവസരം നൽകി. 2024-25 വർഷത്തിലെ അലുമിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പലതിനെ ചൊല്ലിയും പലതിനെ കുറിച്ചും നമുക്ക് അറിവുണ്ട്. എന്നാൽ അവബോധത്തോടെ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുവാൻ എല്ലായ്പ്പോഴും നമുക്ക് സാധ്യമായി തീരുകയില്ല. ഒരു ക്ലർജി ലൈഫിൽ വേണ്ട അവബോധവും അതുപോലെ തന്നെ അറിവും പകർന്നു നൽകുവാനായിട്ട് മാർബിൾസിന്റെ ക്ലാസ്സിലൂടെ സാധ്യമായി തീരുന്നു. ദൈവശാസ്ത്രപരമായും സഭാ ചരിത്രങ്ങളിലൂടെയും പേഴ്സണൽ ലൈഫ്, മിനിസ്റ്റീരിയൽ ലൈഫ്, ഫാമിലി സ്പേസ്, റിട്ടയർമെന്റ് ലൈഫ്, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകളെ കുറിച്ച് വളരെ വിശദീകരിച്ചുള്ള ഒരു കരിക്കുലമാണ് ഈ മാർബിൾസിന് ഉള്ളത്. എന്നെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ ഇനി എങ്ങനെ ഈ യാത്രയിൽ ആയിരിക്കണം എന്ന് ചിന്തിക്കുവാനും രൂപാന്തരപ്പെടുവാനും ഈ മാർബിൾസിന്റെ ക്ലാസ്സിനാൽ എനിക്ക് സാധ്യമായി തീർന്നു. പ്രഗത്ഭരായ വ്യക്തികളിലൂടെയാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയത്. ഓരോ ക്ലാസ്സിന് ശേഷവും ചർച്ചകളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൊച്ചമ്മമാർ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ വൈദിക ജീവിതത്തിൽ 1 വർഷം പൂർത്തീകരിച്ച എന്നെ പോലെയുള്ള തുടക്കക്കാർക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നു. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ യാത്രയിൽ നാം കടന്നു പോകുന്ന തിന്മകൾ, സന്തോഷ സങ്കട നിമിഷങ്ങൾ, രോഗാതുരമായിട്ടുള്ള നിമിഷങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരു അവസാനമുണ്ട്, നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്. ആ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വേർപാടുകളും വേദനകളും, ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലൂടെയുള്ള ഈ യാത്രയെ എങ്ങനെയെല്ലാം നാം തരണം ചെയ്യണമെന്നും എപ്രകാരം നാം സ്വയം പ്രാപ്തരായി തീരണമെന്നും ഈ മാർബിൾസിന്റെ ക്ലാസ്സിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നാം വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കുന്നവർ ഇതേ സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സങ്കടങ്ങളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ അവർക്കും ഒരു ആശ്വാസത്തിന്റെ വെളിച്ചം പകരുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഈ മാർബിൾസിന്റെ ക്ലാസ്സിലൂടെ ലഭിക്കുവാനായിട്ടും അതിലൂടെ ഉൾക്കാഴ്ചകളെ ഉൾക്കൊള്ളുവാനായിട്ടും എനിക്ക് സാധ്യമായി തീർന്നു. ക്ലാസ്സുകൾ എടുത്തു തന്ന എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേക 2024-25 കോർഡിനേറ്റർ ലിച്ചി കൊച്ചുമ്മ, മറ്റ് കമ്മിറ്റി മെമ്പർ, പ്രത്യേകമായിട്ട് സുജിത്തച്ഛൻ, അച്ഛന്റെ ആഗ്രഹത്തിന്മേലും ആവശ്യത്തിന്മേലും തുടക്കം കുറിച്ച ഈ കോഴ്സ് മാർത്തോമ ബസ്ക്യോമോസിന് ഒരു അനുഗ്രഹം കൂടിയാണ്. ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തി ഭംഗിയോടെ ഫലദായകമായ ശുശ്രൂഷ ചെയ്യുവാൻ മാർബിൾസിന്റെ ഈ കോഴ്സ് മൂലം നമുക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ. മാർബിൾ എന്ന കല്ലാണ്. പല നിറത്തിലുള്ള മാർബിൾസ് ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അവയെ കൊണ്ട് പല തരത്തിലുള്ള ശിലകളും രൂപങ്ങളും എല്ലാം നാം കണ്ടിട്ടുണ്ട്. ഈ മെമ്മോറിയൽ സ്റ്റോൺ ആയിട്ട് ഈ മാർബിൾസിനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ, ദൈവിക ശുശ്രൂഷകൾ സഭയ്ക്കും സമൂഹത്തിനും നന്മയുടെ ശിലകളായി നിലനിൽക്കുവാൻ മാർബിൾസിന്റെ ക്ലാസ്സിലൂടെ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇപ്രകാരം ഒരു അവസരം നൽകിയ എവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Kochima, for the wishes. Let us have a quick glance over the program structure and their facilitators. Over to the video presentation now.
Thank you. As we are nearing the end of the inaugural session, I invite Soni Mary Stalin Kochama for vote of thanks. Yes. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്ന ഈശ്വര മാത്യു അച്ഛൻ, നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷത അലങ്കരിച്ചാണ് തോമസ് കശ്മ, നമ്മുടെ കോഴ്സ് ഡയറക്ടർ ആയിരിക്കുന്ന അച്ഛൻ. ഇന്നത്തെ ഈ ഇനാഗുറൽ മീറ്റിംഗിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹകരമാക്കുന്ന ദൈവത്തിന് കോടാനും സ്തുതി അർപ്പിക്കുന്നു. മാർബിൾസിന്റെ 5ാമത്തെ സെഷൻ ഇന്ന് ഇനാഗുറേഷൻ ചെയ്ത് നമ്മൾ ആരംഭിക്കുകയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപിച്ച ദൈവകൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു കോൺടാക്ട് ആയിട്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഫെലോഷിപ്പ് മാനേജിംഗ് കമ്മിറ്റിയോടുള്ള എന്റെ അഗേതവുമായ ഏറ്റവും സന്തോഷത്തോടെ എന്നെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ ഉഷകൃഷ്ണയാണല്ലോ. ഉഷകൃഷ്ണ നമ്മളെ നല്ല ഒരു പ്രബോധനം നൽകും. നമ്മുടെ നമ്മുടെ ഇതിനോട്, നമ്മുടെ കോളിങ്ങിനോട്, ദൈവവിളിയോട് അതിനെ എത്രത്തോളം നാം അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഫ്രൂട്ട്ഫുൾ ആയി നമ്മൾ അതിനെ ഏറ്റെടുത്തിരിക്കുമ്പോൾ അത് പരിജ്ഞാനത്തിൽ വളരുവാൻ ഇടയായി തീരണമെന്ന് കശ്മ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ ഈ മാർബിൾസ് അങ്ങനെ എക്യൂപ്പ് ചെയ്യുവാനായിട്ട്, പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഉഷകശ്മ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഉഷകശ്മയോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്കിന്ന് ഈ മാർബിൾസിന്റെ 5th സെഷൻ ഈ കാരണത്തിന് നമ്മളെ സഹായിച്ചത് ഈശ്വര മാത്യു അച്ഛനാണ്. അച്ഛനിൽ കശ്മമാരെ നമ്മൾ എത്രത്തോളം ഈ ഒരു മാർബിൾസിനോട്, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിൽ നാം എത്രത്തോളം ഭാഗവാക്കാണ്, എത്രത്തോളം പങ്കാളികളായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. We do not teach, we educate എന്നുള്ള ഒരു മോട്ടോയിൽ അധിഷ്ഠിതമായി ഈ മാർബിൾസ് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് അച്ഛൻ നമ്മളെ പ്രബോധിപ്പിച്ചു. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന പഠിതാക്കളാകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ 5ാമത്തെ സെഷൻ 5th സെഷൻ ഉദ്ഘാടനം ചെയ്ത ഈശ്വര മാത്യു അച്ഛനുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കും. നമ്മുടെ കോഴ്സ് ഡയറക്ടർ ആയിട്ടിരിക്കുന്ന സുജിത് സാമാമനച്ചൻ ഈ മാർബിൾസിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ ഈ കഴിഞ്ഞ 5 സെഷനുകളിലും നമ്മുടെ കോഴ്സ് ഡയറക്ടറായിട്ട് സുജിത് സാമാമനച്ചൻ സേവനം ചെയ്യുന്നു. അച്ഛനാണ് സത്യം പറഞ്ഞാൽ ഈ മാർബിൾസിന്റെ നാടിയും നരമ്പുമല്ല. അച്ഛനാണ് ഞങ്ങളുടെ ഒരു എന്തുവാ പറയുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ സുജിത് അച്ഛനാണ്. അച്ഛന്റെ ഒരു നല്ല നേതൃത്വത്തിലാണ് ഈ മാർബിൾസ് ഇന്ന് വഴിയിൽ നടന്നു പോകുന്നത്. അച്ഛൻ നമുക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും തന്നു. സിലബസിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു. അച്ഛനോടുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിച്ചു. പിന്നെ നമ്മുടെ ഫെലോഷിപ്പിന്റെ ഫെബി കൊച്ചുമ്മയ്ക്ക് കൊച്ചുമ്മേനെ നമ്മളോടൊപ്പം ഇതുവരെ ആയിരിക്കുന്നു. കുറച്ച് പപ്പായുടേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളോടൊപ്പം ആയിരിക്കാൻ ഈ നിമിഷം വരെയും കൊച്ചുമ്മ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഇത് ഈ മാർബിൾസിന്റെ കോർഡിനേഷൻഷിപ്പ് എന്നെ ഏൽപ്പിച്ച സമയം തൊട്ട് ഇപ്പൊ വരെ കൊച്ചുമ്മയും ഫെബി കൊച്ചുമ്മയും ഒരുപോലെ എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്ന 2 പേരാണ് ഉഷകശ്മയും ഫെബിക്കസ്മയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗില് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പാട്ട് പാടണം. ആരാണ് പാട്ട് പാടേണ്ടത്? ഇതിൽ വന്നിരിക്കുന്നതെല്ലാം പുതിയ കൊച്ചുമാരാണ്. എനിക്ക് ആരെ അത്ര പരിചയമില്ല. പക്ഷെ എന്നാൽ നമ്മുടെ സ്കിത കൊച്ചുമ, നമ്മുടെ കോലൻ കോയറിന്റെ എല്ലാമായിരിക്കുന്ന സ്കിത കൊച്ചുമ അതിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു സ്കിത കൊച്ചുമയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. കൊച്ചുമ എടുത്തത് ഞാൻ പറഞ്ഞ ഉടനെ കൊച്ചുമ അത് ചെയ്യാമെന്ന് ഏറ്റവും നല്ലൊരു പാട്ടായിരുന്നു. കൊച്ചുമയുള്ള നന്ദി സ്നേഹം അറിയിക്കും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റി റെപ്രസെന്റേറ്റീവായിട്ട് നമുക്ക് ആശംസ അറിയിച്ച വിക്കി ജോസ് കൊച്ചുമ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇതിനകത്ത് സേവനം ചെയ്തു. കൊച്ചുമ തുടർന്നുള്ള മീറ്റിങ്ങുകളിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. ഈ ഒരു മീറ്റിംഗിൽ ആശംസ അറിയിച്ച വിക്കി ജോസ് കൊച്ചുമയുള്ള നന്ദി അറിയിക്കും. നമ്മുടെ അലുമിന റെപ്പായിട്ട് ലിജി മേരി കൊച്ചുമ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. കഴിഞ്ഞ വർഷം ഞാൻ ലിജി കൊച്ചുമ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു മാർബിൾ കോഴ്സ് ചെയ്തത്. ഡിസ്കഷനുകളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തു.
ലിജി കൊച്ചുമ്മ ആദ്യം തൊട്ട് അവസാനം വരെ കഴിഞ്ഞ കോഴ്സിൽ എല്ലാ ക്ലാസ്സുകളിലും 90% ക്ലാസ്സുകളിൽ കൊച്ചുമ്മ വീഡിയോ ഓൺ ചെയ്ത് തന്നെയായിരുന്നു കൊച്ചുമ്മ ക്ലാസ്സുകൾ കേട്ടത്. ഇന്ന് പുതിയ ബാച്ചിന് ആശംസ അറിയിച്ച ലിജിമേൽ കൊച്ചുമ്മയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നൊരു വീഡിയോ പ്രസന്റേഷൻ, ഇത് നമ്മളെ ജോൺസി കൊച്ചുമ്മ ആണ് നമുക്കൊരു വീഡിയോ പ്രസന്റേഷൻ നമുക്ക് ചെയ്തു തന്നത്. ഒരു പൊടി കുഞ്ഞുണ്ട്, കുഞ്ഞിനോട് വെച്ചുകൊണ്ട് തന്നെയാണ് കൊച്ചുമ്മ ഈ വീഡിയോ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡേറ്റ ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തെങ്കിൽ തന്നെയും ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര നേരം എടുക്കും നമുക്കറിയാം. അപ്പൊ ഇത്രയും ഒരു നല്ലൊരു വീഡിയോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കൊച്ചുമ്മ നല്ലൊരു വീഡിയോ നമുക്ക് പ്രസന്റ് ചെയ്തു. കൊച്ചുമ്മയുള്ള നന്ദി വളരെ സ്നേഹത്തോടെയാണ്. ഈ മീറ്റിംഗില് പങ്കെടുത്ത എല്ലാ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് മിക്കവാറും എല്ലാവരും പങ്കെടുത്തു. കൊച്ചുമ്മയ്ക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 1-2 പേര് ജോയിൻ ചെയ്തിട്ടില്ല. എന്നാൽ ജോയിൻ ചെയ്ത എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനുള്ള നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഈ ഒരു കോർഡിനേറ്റർ ആയപ്പോൾ തൊട്ട് ഒരു 100+ കൊച്ചുമാസിനെ ഞാൻ വിളിച്ചു, മെസ്സേജ് ഇട്ട് ചെയ്തു, മാർബിൾസ് ജോയിൻ ചെയ്യണം, നല്ലൊരു കോഴ്സാണ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. ഒരു കുറെ കൊച്ചുമാര് ആ ഒരു മെസ്സേജുകള് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കൊച്ചുമാര് അതിലുണ്ട്. എന്നാൽ ഈ 41 കൊച്ചുമാര് പല പ്രാവശ്യം ഗ്രൂപ്പിലും പേഴ്സണലായി ഒക്കെ ഇട്ട മെസ്സേജുകളുണ്ട്. പോസിറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തു. ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ പഠനയാത്രയിൽ പങ്കെടുക്കുവാൻ ജോയിൻ ചെയ്ത ഈ 41 കൊച്ചമ്മമാരെ വളരെ സന്തോഷത്തോടെ ഈ മാർബിൾസിലേക്ക്, മാർബിൾ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ജോയിൻ ചെയ്തോണ്ടുള്ള നന്ദി വളരെയധികം സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഈ മീറ്റിംഗിൽ നമുക്ക് കമ്പയർ ചെയ്ത് സഹായിച്ചത് നമ്മുടെ ജ്യോതിസ് കൊച്ചുമ്മയാണ്. കൊച്ചുമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ കൊച്ചുമ്മ പറഞ്ഞു, കൊച്ചുമ്മ ഞാൻ ചെയ്യാം, എനിക്ക് പ്രോഗ്രാം ലിസ്റ്റ് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് കൊച്ചുമ്മയ്ക്ക് ഞാൻ പ്രോഗ്രാം ലിസ്റ്റ് അയച്ചു കൊടുത്തു. കൊച്ചുമ്മ വളരെ മനോഹരമായി കമ്പയർ ചെയ്ത ജ്യോതിസ് കൊച്ചുമ്മയുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ നേരം വരെ മാർബിളിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊപ്പം നിന്ന് ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ ഇതിലും എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ മാർബിളിനെ പ്രത്യേകം ഓർക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. അതുപോലെ എല്ലാ ദിവസങ്ങളിലും ഈ 41 പേരും മാർച്ച് വരെയും നമുക്ക് ഒന്നിച്ചു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും. Thank you, Kochumma, for working as this year's coordinator. May we fall back on God and lean on this community as we make this journey in our own way. Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your requests to God. And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. Philippians 4:6-7. I invite Umandi Varkyachan for closing prayer and benediction. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. എപ്പോഴൊക്കെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു അപ്പോഴൊക്കെ ഞങ്ങളുടെ യാചനകളെ കേൾക്കുന്നതിനും പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നതിനും അവിടുന്ന് ആകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് മാർബിൾസിൻ്റെ ഇനോഗ്രൽ സെഷനിൽ വ്യാപരിച്ച എല്ലാ ദൈവിക കൃപകൾക്കായും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് ഈ സെഷനിൽ പകരപ്പെട്ട നല്ല ചിന്തകളെ ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങൾക്കായി പകരപ്പെട്ട ചിന്തകളാണല്ലോ. അത് ഞങ്ങളുടെ ഒരു തുടർന്നുള്ള ഒരു ധ്യാന വിഷയമായി, ധ്യാന ചിന്തയായി ഞങ്ങൾ രൂപപ്പെടാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക ഞങ്ങളിങ്ങനെ പല സന്ദർഭങ്ങളിൽ കേട്ട ഒത്തിരി ചിന്തകളും വചനങ്ങളും പ്രഭാഷണങ്ങളൊക്കെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമായ കർത്താവേ, മാർബിൾസിൻ്റെ കഴിഞ്ഞ 4 സെഷൻസിൽ വ്യാപരിച്ച ദൈവത്തെ ഞങ്ങൾ ഓർക്കുന്നു. 200ഓളം പേര് വ്യത്യസ്ത തലത്തിൽ ഇതിനെ പഠിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ പ്രായോഗിക ജീവിതത്തെ കുറെ കൂടെ മേന്മയുള്ളതാക്കാനൊക്കെ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. 5ാമത്തെ കോഴ്സ് ആരംഭിച്ചല്ലോ കർത്താവേ.
6 മാസം ദൈർഘ്യമുള്ളൊരു കോഴ്സാകുന്നു. അതിൻ്റെ ഏതാണ്ട് 34 സെഷൻസ് ഉണ്ട്. അതിൽ പഠിതാക്കളായി ചേർന്നിരിക്കുന്ന എല്ലാ കൊച്ചുമാരെയും ഞങ്ങൾ ഓർക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടെ ഈ ഒരു സെഷൻസിനെ കാണാനും ഓരോ സെഷൻസിൽ കേൾക്കുന്ന വചനങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിപ്പാനും എല്ലാവരെയും നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം അധ്വാനവും ശ്രദ്ധയും ഈ ഒരു കോഴ്സിനുണ്ട്. അതിനായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് ബസ്ക്യോമ ഫെലോഷിപ്പാണല്ലോ അതിന് നേതൃത്വം നൽകുന്നത്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് ഇതിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സുജിത്തച്ഛനെയും പ്രത്യേകിച്ച് ഓർക്കുന്നു. നല്ല ഭംഗിയായ രീതിയിൽ ഇതെല്ലാം ക്രമീകരിപ്പാൻ അച്ഛനെ തുടർന്നും സഹായിക്കണമേ. ഇന്ന് ആദ്യോടന്തം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഈ രാത്രിയിലും തുടർന്നുള്ള ദിവസവും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ നമ്മെ എല്ലാവരെയും ദിനംതോറും കാത്ത് പരിപാലിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും സഹവാസവും നാം ഏവരുടെ മേലും മാർബിൾസിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Once again, our sincere gratitude to all Achans and Kochamas for setting apart some time for this session. God bless and a blessed night. Okay, thank you very much. Thank you.